കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാന്റെ വാഹനമിടിച്ച് പരിക്കേറ്റയാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 8 മണിയോട് കൂടിയാണ് ബൈക്ക് യാത്രക്കാരൻ അപകടത്തിൽപ്പെട്ടത്. അതേസമയം വാഹനമോടിച്ച ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്ന ആരോപണവും ശക്തമാണ്. വിവരങ്ങളുമായി ഷാജഹാൻ ചേർന്നു ആലപ്പുഴയിൽ നിന്ന്. ഷാജി, എന്താണ് സംഭവിച്ചത്? ഇവിടെ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും മനു, ഇന്നലെ വൈകിട്ട്, അതായത് ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് ശേഷം അതിന്റെ മുഖ്യ ചുമതലക്കാരനായിട്ടുള്ള കുട്ടനാട് എം.എൽ.എ. തിരിച്ച് മടങ്ങുന്ന വഴിക്കാണ് അപകടം സംഭവിച്ചത്. അദ്ദേഹത്തോടൊപ്പം ഡ്രൈവറും ഉണ്ടായിരുന്നു. ഡ്രൈവറാണ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ് എം.എൽ.എ. പറയുന്നത്. പക്ഷേ നാട്ടുകാർ കടുത്ത ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വാഹനം ഓടിച്ചത് എം.എൽ.എ. ആയിരുന്നുവെന്നും എം.എൽ.എ. മദ്യപിച്ചിരുന്നതായുമാണ് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും ഈ അപകടത്തിന് ശേഷം 19-കാരനായിട്ട് സുനീഷ് കുമാറിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആംബുലൻസ് വിളിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതിനു ശേഷമാണ് എം.എൽ.എ. പോയതെന്നാണ് എം.എൽ.എ. പറയുന്നത്. എന്തായാലും ആരോഗ്യസ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. എന്നാൽ ഡിവൈഎഫ്ഐയും മറ്റും ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കാര്യം വാഹനം ഓടിച്ചിരുന്ന എം.എൽ.എ. ആണെന്നും എം.എൽ.എ. മദ്യപിച്ചിരുന്നതായും ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ശരി, പലതരത്തിലുള്ള ആരോപണങ്ങൾ വരികയാണ്. സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം.